നമസ്കാരം. റാപ്ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തിയാഗോ സിൽവ ബ്രസീലിയൻ ഫുട്ബോളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. രാജകീയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു വരവേൽപ്പ് അദ്ദേഹത്തിന് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നു. ഫ്ലുമിനൻസിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തിയത് ആഘോഷമാക്കുകയാണ് ക്ലബ്ബ് ചെയ്തത്. 55,000-ലധികം ആരാധകർ തിങ്ങി നിറഞ്ഞ മാറക്കാന സ്റ്റേഡിയത്തില് വെടിക്കെട്ടും അതുപോലെ വർണ്ണാഭമായിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും ഒക്കെ ചേർത്തുകൊണ്ട് വല്ലാത്തൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ തിയാഗോ സിൽവയെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ബ്രസീലിയൻ ചരിത്രത്തിലെ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ പ്രസന്റേഷന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തിയ പ്രോഗ്രാമാണിത് എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ പ്രസന്റേഷനൊക്കെ ശേഷം തിയാഗോ സിൽവ മാധ്യമങ്ങൾ കാണുകയുണ്ടായി. 39-ാമത്തെ വയസ്സിൽ ഫ്ലുമിനൻസിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് വെറുതെ അവിടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടല്ല, താൻ സർവം സമർപ്പിച്ച് കളിക്കും എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഈ 39 വയസ്സിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത് തീർച്ചയായിട്ടും വെറുതെയല്ല, നന്നായിട്ട് പോരാടുക തന്നെ ചെയ്യും. അങ്ങനെ വെറുതെ നിൽക്കാനായിരുന്നെങ്കിൽ എനിക്ക് യൂറോപ്പിൽ തന്നെ നിൽക്കാമായിരുന്നു. അവിടെയാണ് എൻ്റെ ഫാമിലി ഉള്ളത്. അവരെ വിട്ട് ഞാൻ ഇവിടെ വന്ന് കളിക്കുന്നത് തീർച്ചയായിട്ടും ഈ ക്ലബിനോടുള്ള സ്നേഹം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ് എന്ന് തിയാഗോ സിൽവ പറയുന്നു. 39-കാരനായ തിയാഗോ സിൽവയുടെ ജീവിതത്തില് പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുള്ള ക്ലബ്ബാണ് ഫ്ലുമിനൻസ്. അദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് അവിടെ നിന്നായിരുന്നു. പിന്നീട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് പോയതും അവിടെ നിന്ന് ഡൈനാമോ മോസ്കോയിലേക്ക് പോയതും അവിടെ റഷ്യയിൽ വെച്ച് അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ അസുഖം പിടിപെട്ട് മരണത്തോട് മല്ലിടുന്ന രൂപത്തിലെത്തിയതും പിന്നെ തിരികെ വന്നിട്ട് ഫ്ലുമിനൻസിലൂടെ ഫുട്ബോൾ കരിയർ വീണ്ടും കെട്ടിപ്പടുത്തതുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. ഫ്ലുമിനൻസുമായിട്ട് അത്രയധികം ഇഴുകി ചേർന്നതാണ് തിയാഗോ സിൽവയുടെ ഫുട്ബോൾ കരിയർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒടുവിൽ അങ്ങോട്ടേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. ഇനി ബ്രസീലിയൻ ലീഗിൽ, ബ്രസീലിയൻ ഫുട്ബോളിൽ തിയാഗോ സിൽവ പന്ത് തട്ടുന്നത് കാണാം. ജൂലൈ മാസത്തോടു കൂടിയായിരിക്കും അദ്ദേഹം അവർക്ക് വേണ്ടി കളിച്ചു തുടങ്ങുക എന്നുകൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാപ്ടോക്സ്.